സോ സാലറീൻ്റെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്, ഇൻകം ഫ്രം സാലറി. അടുത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം ഹൗസ് പ്രോപ്പർട്ടീൻ്റെത് അതിൻ്റെ അണ്ടറിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ലെറ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ഒരു സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഒരു വീട് താമസിക്കുന്നുണ്ടാവും, ഓൺ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാകും. ദെൻ ആസ് ആൻ ഇൻകം എന്നുള്ള രീതിയിൽ റെൻറ്റിന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന റെൻറ്റ്, ആ റെൻറ്റ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം നമ്മൾ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിലേതൊക്കെ ഇൻകം ടാക്സബിളാണ്, ഏതൊക്കെ എക്സ്പെൻസ് ഡിഡക്റ്റബിളാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇൻകം നമുക്ക് ടാക്സ് സേവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് ഒരു ചെറിയൊരു ചാപ്റ്റർ തന്നെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ചില ടേംസും അതുപോലെ തന്നെ അതിൻ്റെ വേരിയസ് ട്രീറ്റ്മെൻറ്റ്സുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ബാക്കി തിയറീസ്, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറീസ് ടെക്സ്റ്റിലുണ്ട്, അത് നമ്മൾ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജനറലി ഒന്ന് പറഞ്ഞു പോകാനേ ഉള്ളൂ. ഇതിൻ്റെ തിയറി നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് ആയിരിക്കാം. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതൊരു ആസ് സച്ച് ഒരു ബിൽഡിംഗ് മാത്രമായിരിക്കണമെന്നില്ല, ആ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ലാൻഡും കൂടെ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് അതും ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റെൻ്റ് എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ അണ്ടറിൽ വരുന്ന ഇൻകമാണ്. ദെൻ ഈ ഒരു ടാക്സ് പെയർ എന്ന് പറയുന്നത്, ഇവിടെ ടാക്സ് ലയബിലിറ്റി ആർക്കാണ് വരുന്നത്, അവിടെ താമസിക്കുന്ന ആൾക്കല്ല, ആ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ആരാണോ, അല്ലെങ്കിൽ ഓണർ ഓഫ് ഹൗസ് പ്രോപ്പർട്ടിക്കാണ് ഇതിൻ്റെ ലയബിലിറ്റി വരുന്നത്. സോ ഓണർ എന്ന് പറയുന്നതാണ് ഇവിടെ ടാക്സ് പെയർ എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിനോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ്റെ റിലേറ്റഡ് ആയിട്ടോ അല്ല യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ഹെഡായിട്ടുള്ള പ്രൊഫഷൻ, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന അണ്ടറിലേക്ക് പോകും. ഇത് നമ്മൾ എന്ത് പർപ്പസിനാണ്, റെസിഡൻസ് പർപ്പസിന് വേണ്ടി ലെറ്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് നമ്മൾ ഈ ഒരു ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓണേഴ്സ് ഉണ്ട്. ഓണർ എന്ന് പറയുന്നത് ആരാ, സാധാരണ വീട് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്തിരിക്കുന്ന ആൾ തന്നെ ആവണമെന്നില്ല, അതിന് ലീഗൽ ഓണേഴ്സ് ഉണ്ടായിരിക്കാം, അതായത് അതിൻ്റെ ലീഗൽ ടൈറ്റിൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ഒരു ബെനിഫിഷ്യൽ ഓണേഴ്സ് ഉണ്ടായിരിക്കാം, അതായത് ആരുടെ നെയിമിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓണേഴ്സായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ ടാക്സ് ലയബിലിറ്റി വരുന്ന പാർട്ടീസ് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അതാണ് നമുക്ക് മെയിനായിട്ടുള്ള ഏരിയ. പ്രോബ്ലത്തിലേക്ക് വരേണ്ടത്, ബാക്കി നമുക്ക് ടെക്സ്റ്റ് നോക്കിയാൽ ഇത് റിലേറ്റഡുള്ള തിയറീസ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കമ്പ്യൂട്ടേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അറിയേണ്ടത് ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണ്, അതുപോലെ നെറ്റ് ആനുവൽ വാല്യൂ എന്താണ്, ആനുവൽ വാല്യൂ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ റെൻ്റൽ ഇൻകം എന്ന് പറയുന്നത് നമ്മളിത് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു ഇയറിലേക്ക് നമുക്ക് കിട്ടുന്ന റെൻ്റൽ ഇൻകം. നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പെർ മന്ത് ഉള്ള ഇൻകം ആയിരിക്കും തരിക, നമുക്ക് വേണ്ടത് ആനുവൽ ഇൻകം ആണ്. അപ്പോൾ ഈ ആനുവൽ ഇൻകം നമ്മൾ എങ്ങനെയൊക്കെ കണക്കാക്കും എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതിന് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടെത്തുന്നത് എങ്ങനെയാണ്, നമുക്ക് പല ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസിന് പല തരത്തിലാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സിമ്പിളായിട്ട് ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ. ദെൻ ഈ ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് റെൻറ്റ് കൺട്രോൾ ആക്ട് ഉണ്ട്. ഓക്കെ, റെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന റെൻറ്റ് കൺട്രോൾ ആക്ട് ഉണ്ട്. ഇതിന് അണ്ടറിൽ വരുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ടാകും. അതുപോലെ തന്നെ റെൻറ്റ് കൺട്രോൾ ആക്ട് ഫോളോ ചെയ്യാത്ത ഹൗസ് പ്രോപ്പർട്ടീസും ഉണ്ടാകും. ഇത് രണ്ടിനും രണ്ട് തരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. റെൻറ്റ് കൺട്രോൾ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയയിൽ വരുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിലും അല്ലെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം.
അപ്പോൾ ആദ്യം നോക്കുന്നത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് മുനിസിപ്പൽ വാല്യൂയും ഫെയർ റെൻറ്റൽ വാല്യൂ ആണ്. ഇവിടെ MV FRV എന്ന് കൊടുത്തിരിക്കുന്നത് മുനിസിപ്പൽ വാല്യൂ ആൻഡ് ഫെയർ റെൻറ്റൽ വാല്യൂ ആണ്. ഇത് ഫെയർ റെൻറ്റൽ വാല്യൂ ആണ്. അപ്പോൾ എന്താണ് മുനിസിപ്പൽ വാല്യൂ ആൻഡ് ഫെയർ റെൻറ്റൽ വാല്യൂ? മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഹൗസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഏരിയയിലത്തെ മുനിസിപ്പൽ വാല്യുവേഷൻ എത്രയാണോ, അല്ലെങ്കിൽ മുനിസിപ്പൽ അതോറിറ്റീസ് നോർമലി ഒരു വീടിന് ചാർജ് ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനാണ് മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അതേസമയം ഫെയർ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഹൗസ് പോലത്തെ സിമിലർ കൈൻഡ് ഓഫ് ഹൗസ് മറ്റ് ഹൗസുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ അതുപോലത്തെ മറ്റ് ഹൗസസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കോമൺ ആയിട്ട് ചാർജ് ചെയ്യുന്ന ഒരു റെൻറ്റൽ ചാർജ് എത്രയാണോ അതിനാണ് ഫെയർ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത്. മുനിസിപ്പൽ വാല്യൂ മുനിസിപ്പൽ അതോറിറ്റീസ് ചാർജ് ചെയ്യുന്ന വാല്യൂ ആണ്. അതുപോലെ ഫെയർ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ കൈൻഡ് ഓഫ് ഹൗസസിന് നമ്മളുടെ ലൊക്കാലിറ്റിയിൽ ഏകദേശം ഇതേപോലത്തെ ഹൗസസിന് ചാർജ് ചെയ്യുന്ന വാല്യൂ എത്രയാണെന്നുള്ളതാണ് ഫെയർ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഈ രണ്ട് വാല്യൂയും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഹയർ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വയ്ക്കാം. ദെൻ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് SRV ആണ്. SRV എന്ന് പറയുന്നത് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് റെൻറ്റ് എത്രയാണെന്നുള്ളത് ഈ ഒരു റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു റെൻറ്റ് വാല്യൂ ആണ്. അതിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൗസ് ഓണർക്ക് റെൻറ്റ് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് റെൻ്റാണ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ്. ആ ഒരു എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് റെൻറ്റൽ വാല്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുവച്ചിരിക്കുന്ന ഹയർ എമൗണ്ടിനും ഇപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റൽ വാല്യൂ അത് എന്ന് പറയുന്നത് റെൻറ്റ് കൺട്രോൾ ആക്റ്റിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ്. ഇതിന് രണ്ടിനെയും കമ്പയർ ചെയ്ത് ലെസ്സർ വാല്യൂ ഏതാണോ അതിന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് നമ്മളുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ്. ER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ എക്സ്പെക്റ്റഡ് റെൻറ്റ്, അതായത് എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാൾ നമ്മളുടെ ഓണർ എന്ന് പറയുന്നത് റീസണബിളി ആ ഒരു ഹൗസിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന റെൻറ്റ് അതെന്തിലും കൂടാൻ പറ്റില്ല, സ്റ്റാൻഡേർഡ് റെൻറ്റിനും കൂടാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നോർമൽ ഒരു ഓണർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റീസണബിൾ വാല്യൂ ഓഫ് റെൻറ്റിനെയാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത്. അതും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന എക്സ്പെക്റ്റഡ് റെൻറ്റിനും ആക്ച്വൽ റെൻറ്റിനുമായിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത് അയാൾക്കൊരു കൊല്ലം അല്ലെങ്കിൽ പെർ മന്ത് വെച്ചിട്ട് ഈ ഒരു ടെനൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അയാൾ ഈടാക്കുന്ന എമൗണ്ടിനെയാണ് ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹയർ വാല്യൂ എന്താണോ ഇതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ജസ്റ്റ് ആദ്യമായിട്ട് പറയുന്നത് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മൾ നോക്കേണ്ടത് എത്രയാണ്, ആദ്യം മുനിസിപ്പൽ വാല്യൂ ആൻഡ് ഫെയർ റെൻറ്റൽ വാല്യൂ കമ്പയർ ചെയ്യുക, ഹയർ വാല്യൂ എത്ര എന്നുള്ളത് നോക്കുക. അതിനെ സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് ലെസ്സർ എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റെൻറ്റ് കിട്ടും. ദെൻ എക്സ്പെക്റ്റഡ് റെൻറ്റിനെയും ആക്ച്വൽ റെൻറ്റിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞ് അതിൽ ഹയർ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടും. ഇതാണ് നമുക്ക് നോർമലി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ കേസിൽ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ ഹൗസ് തന്നെ റെൻറ്റ് കൺട്രോൾ ആക്റ്റിന് അണ്ടറിൽ വരുന്നതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ SRV ഉണ്ടാവില്ല, സ്റ്റാൻഡേർഡ് റെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ കേസിൽ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെയായിരിക്കും, ഈ MV ഓർ FRVൻ്റെ ഹയർ വാല്യൂ തന്നെയായിരിക്കും. നമുക്ക് കമ്പയർ ചെയ്യാൻ SRV അവിടെ ഉണ്ടാവില്ല. അപ്പോൾ റെൻറ്റ് കൺട്രോൾ ആക്റ്റിന് അണ്ടറിൽ ഇല്ലാത്തൊരു ഹൗസ് പ്രോപ്പർട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത് MV ഓർ FRV തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി റിമൈനിങ് വാക്കൻറ്റ് ഫോർ ദ ഇയർ ആണ്. ഇനി നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തു, അതേസമയം ആ വീട് ഹോൾ ഇയറിൽ വാക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്, ആരും താമസിച്ചിട്ടില്ല. അത് വേക്കൻ്റ് ആയിട്ട് കിടക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആരും നമ്മൾ ലെറ്റ് ഔട്ടിന് കൊടുത്തിട്ടും താമസക്കാരും വരാത്ത കേസാണ്. താമസിക്കാൻ ആൾ വന്നിട്ട് അവർ നിൽക്കാത്തത് വേറെ തന്നെ കേസുണ്ട്. ഇതിപ്പോൾ വാക്കൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വീട് ആരും തന്നെ വാടകയ്ക്ക് എടുക്കാത്ത കേസസാണ്. അങ്ങനത്തെ കേസസിൽ ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി നിൽ. ഓക്കെ, ഇറ്റ് ഈസ് വേക്കൻറ്റ് ഫോർ ദ പാർട്ട് ഓഫ് ദി ഇയർ ആണെങ്കിൽ ഇനി ആ കൊല്ലത്തിൽ നമ്മളൊരു കൊല്ലത്തേക്ക് വാടകയ്ക്ക് കൊടുത്തു, അവർ ഒരു 6 മാസം കഴിഞ്ഞപ്പം വെക്കേറ്റ് ചെയ്ത് പോയി, ബാക്കി 6 മാസമാണ് ഈ ഒരു വീട് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ
നമ്മളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എന്താവും? ആക്ച്വൽ റെൻറ്റ് ഈസ് ഡിഡക്റ്റഡ് ബൈ റെൻറ്റ് ഫോർ വേക്കൻസി പീരീഡ്. എത്ര വേക്കൻസി പീരീഡ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര പീരീഡ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ അത്രയും മന്തിലത്തെ നമ്മളുടെ റെൻറ്റ് നമുക്ക് കുറയ്ക്കാം. ബാക്കിയുള്ളതായിരിക്കും നമ്മളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. സിംപ്ലി 10 മാസത്തേക്കുള്ള നമ്മൾ വാടകയ്ക്ക് കൊടുത്തു, 6 മാസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയാൽ നമുക്ക് ബാക്കി 4 മാസത്തെ റെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ 4 മാസത്തെ റെൻറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതായിരിക്കും നമ്മളുടെ ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് കൈ കിട്ടുന്ന റെൻറ്റ്. നെക്സ്റ്റ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളതാണ്. നമ്മളിപ്പം വീട് വാടകയ്ക്ക് കൊടുക്കാതെ നമുക്ക് 2 or 3 വീടുണ്ട്, ആ വീട്ടിൽ നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ തന്നെ താമസിക്കുന്നതായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് വാടകയ്ക്ക് കൊടുക്കുന്നില്ല. അങ്ങനത്തെ കേസിൽ എന്താകും? അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് നിൽ ഫോർ മാക്സിമം 2 സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ ദ അസസി. ഒരു അസസി ഓൺ ചെയ്യുന്നത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര ഹൗസ് ഉണ്ടെങ്കിലും മാക്സിമം 2 വീട് മാത്രമേ നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, സെൽഫ് ഓക്യുപ്പൈഡ് ആവുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടീസിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൺ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് 2, 3, 4 വീടുകളുണ്ടെങ്കിലും മാക്സിമം 2 വീടിനെ മാത്രമേ നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 3, 4 വീടുകൾ നമുക്ക് ഉണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ ലെറ്റ് ഔട്ട് ഇൻകം എത്രയാണെന്നുള്ളത് കാണേണ്ടി വരും, നമ്മൾ ലെറ്റ് ഔട്ടിന് കൊടുത്താലും ഇല്ലെങ്കിലും ഒക്കെ. അപ്പോൾ അതിൽ ഇവിടെ ആദ്യം നോക്കേണ്ട കാര്യം, ഒരാൾക്ക് 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വീടുകളുണ്ടെങ്കിൽ മാക്സിമം 2 ഹൗസസിന് വരെ നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. ഇഫ് ദ അസസി ഓൺസ് മോർ ദാൻ 2 ഹൗസ്, എനി 2 ഹൗസ് കമ്പ്യൂട്ടഡ് ആസ് സെൽഫ് ഓക്യുപ്പൈഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അസസി. ഇനി അതിലേത് നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് വെക്കണം അല്ലെങ്കിൽ ഏതാണ് ലെറ്റ് ഔട്ടായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഓപ്ഷനാണ്. നമുക്ക് വാടക കിട്ടുന്നത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, 3 വീടുണ്ടെങ്കിൽ അതിൽ 2 വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഒന്നിലേക്കും താമസിക്കുന്നത്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, 2 വീടിനെ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് മാക്സിമം കാണിക്കാൻ കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് എന്തായിട്ട് കാണിക്കേണ്ടതുള്ളൂ, ലെറ്റ് ഔട്ടായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതിൽ ഏതിനെ 2 വീട് നമുക്ക് ലെറ്റ് ഔട്ട് മുന്നിലുണ്ടെങ്കിൽ അതിലേത് നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ടാക്സ് അതോറിറ്റിക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഓപ്ഷനാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഏറ്റവും കൂടുതൽ റെൻറ്റ് കിട്ടുന്നതിനെ നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ആ റെൻറ്റ് കുറഞ്ഞത് മാത്രമേ ലെറ്റ് ഔട്ട് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോവുള്ളൂ. അപ്പം ഓണറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഏത് ഹൗസിനെ ലെറ്റ് ഔട്ടാക്കി കാണിക്കണം, ഏത് ഹൗസിനെ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് കാണിക്കണം എന്നുള്ളത്. The other self-occupied or unoccupied property is treated as deemed to be let out. അപ്പോൾ നമ്മൾ 3 ഹൗസിൽ 2 എണ്ണത്തിന് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് കാണിച്ചാൽ മൂന്നാമത്തത് ഓട്ടോമാറ്റിക്കലി ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് കാറ്റഗറിയിലേക്ക് മാറും. അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ദെൻ ടോട്ടൽ ഡിഡക്ഷൻ ഫോർ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ലിമിറ്റഡ് ടു 2 lakh. ഇനി നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഇൻട്രസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാനുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നോക്കുമ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ മാക്സിമം നമുക്ക് 2 lakh വരെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പ്രോബ്ലം വരുമ്പോൾ അതിൽ ഇപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ദെൻ പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ് ആൻഡ് പാർട്ട്ലി ലെറ്റ് ഔട്ട് കേസാണ് നെക്സ്റ്റ്. അതായത് ഒരു വീട് നമ്മൾ പകുതി വാടകയ്ക്കും പകുതി ഓൺ പർപ്പസിന് സെൽഫ് ഓക്യുപ്പൈഡുമായിട്ട് നമ്മൾ താമസിക്കുന്നുണ്ട്. അങ്ങനത്തെ കേസിൽ നമുക്ക് എങ്ങനെയാണ് ടാക്സ് ചാർജ് ചെയ്യാൻ പറ്റുക? അതിൻ്റെ കേസിൽ ഇഫ് യൂണിറ്റ്സ് ആർ ഇൻസെപ്പറബിൾ, അതായത് ആ 2 വീടും നമുക്ക് 2 ഹൗസായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ നമ്മളതിനെ എൻറ്റയർ എമൗണ്ട് നമുക്ക് ടാക്സബിളായിട്ട് മാറും. എൻറ്റയർ ഹൗസിനെ നമ്മൾ ലെറ്റ് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യും, ഫുൾ എമൗണ്ട് ടാക്സബിളായിട്ട് മാറും. അതേസമയം ഇഫ് യൂണിറ്റ്സ് ആർ സെപ്പറബിൾ, അതായത് ഒരു വീടിൻ്റെ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് അപ്പോർഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ എക്സ്പെൻസുകളും നമുക്ക് കറക്റ്റായിട്ട് അപ്പോർഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈച്ച് യൂണിറ്റ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ഹൗസ്. ഒന്ന് അതിൻ്റെ ഒരു ഭാഗം സെൽഫ് ഓക്യുപ്പൈഡും ഒരു ഭാഗം ലെറ്റ് ഔട്ടും ആണെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയും നമുക്ക് ടാക്സ് കുറഞ്ഞ് കിട്ടും.
അതല്ലാതെ നമ്മൾ മിക്സായിട്ടാണ് ഇതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻറ്റിയർ എമൗണ്ടിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി റിമൈനിങ് വാക്കൻറ്റ് ഡ്യൂ ടു എംപ്ലോയ്മെൻറ്റ്. ഇനി നമ്മൾ എംപ്ലോയ്മെൻറ്റിന് ഇപ്പോൾ നമുക്കൊരു ഓൺ ഹൗസ് ഉണ്ട്, ആ ഹൗസ് നമുക്ക് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടി പോകുന്ന സമയത്ത് വെക്കേറ്റ് ആയിട്ട് കിടക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു റീസൺ കൊണ്ടാണ് വെക്കേറ്റ് ചെയ്തത്. അങ്ങനത്തെ കേസസിൽ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിട്ടാണ്. നമ്മളുടെ സ്വന്തമാണെന്നുണ്ടെങ്കിലും ലെറ്റ് ഔട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് അത് നില്ലായിട്ടാണ് നമുക്ക് കാണിക്കാൻ കഴിയും. നമ്മൾ വീട് മാറി താമസിക്കുന്നത് എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ. ദെൻ ലാസ്റ്റ് വൺ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ആണ്. ഓണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വീട് അതിൻ്റെ ഓണർഷിപ്പ് 2 പേർക്ക് കൂടി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത് ഈ 2 ഓണേഴ്സ് ഏത് റേഷ്യോയിലാണോ ഓണർഷിപ്പ് കീപ്പ് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെ ടാക്സ് ലയബിലിറ്റി അവർ ഷെയർ ചെയ്യേണ്ടി വരും. 2 ഓണേഴ്സ് ആണെങ്കിൽ, 2 അതിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ റേഷ്യോ ഓഫ് ഓണർഷിപ്പ് എങ്ങനെയാണോ അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ടാക്സ് ലയബിലിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ജനറലായിട്ട് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീസിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഇനി അതിൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാണുന്നത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ കണ്ടെത്തുക. ഇനി ആ കിട്ടിയിരിക്കുന്ന ഗ്രോസ് ആനുവൽ വാല്യൂന്ന് ലെസ് ചെയ്യാൻ പറ്റുന്ന 2 ഐറ്റം എന്ന് പറയുന്നത് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണറാണ്. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ അവിടെ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ടെനൻറ്റോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾ അടച്ചിരിക്കുന്ന മുനിസിപ്പൽ ടാക്സ് അല്ല, ഓണർ അടച്ചിരിക്കുന്ന മുനിസിപ്പൽ ടാക്സ് എത്രയാണോ അത് മൊത്തമായിട്ട് നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂന്ന് ലെസ് ചെയ്യാം. ഈ മുനിസിപ്പൽ ടാക്സ് ഫിക്സ് ചെയ്യുന്നത് മുനിസിപ്പൽ അതോറിറ്റിയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ മുനിസിപ്പൽ വാല്യൂൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും അതോറിറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു എമൗണ്ട്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും മുനിസിപ്പൽ അതോറിറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ തന്നിട്ടുണ്ടാകും. ഡയറക്റ്റായിട്ട് ആ ഫുൾ എമൗണ്ട് നമുക്കത് ലെസ് ചെയ്യാം. അടുത്തൊരു കാര്യം അൺറിയലൈസ്ഡ് റെൻ്റ് ആണ്. അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറയുമ്പം നമ്മൾ അപ്പോൾ ഹൗസിൽ നിന്ന് ചില ആൾക്കാർ നമുക്ക് 2 മാസത്തെയും 3 മാസത്തേക്ക് വാടക തരാതിരിക്കും. അതിനാണ് അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറയുന്നത്. ആ അൺറിയലൈസ്ഡ് റെൻ്റ് നമ്മുടെ ആനുവൽ വാല്യൂന്ന് കുറയ്ക്കുക, കാരണം നമ്മളുടെ കയ്യിൽ കിട്ടാത്ത എമൗണ്ടാണ്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോസ് ആനുവൽ വാല്യൂന്ന് കുറയ്ക്കാം. അങ്ങനെ കിട്ടുന്ന നമ്മളുടെ വാല്യൂവിനാണ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ആനുവൽ വാല്യൂന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെക്ഷൻ 24 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെക്ഷനും കൂടെ നോക്കി വെക്കുക. സെക്ഷൻ 24 എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിന്ന് ലെസ് ചെയ്യാവുന്ന ഡിഡക്ഷൻസ് ആണ്. നമ്മൾ സാലറിയിലും ഇതുപോലെ പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 16 അവിടെ, ഇവിടെ സെക്ഷൻ 24 ആണ്. അപ്പോൾ സെക്ഷൻ 24 പറയുന്ന ഡിഡക്ഷൻ ഹൗസ് പ്രോപ്പർട്ടിന്ന് ലെസ് ചെയ്യാവുന്ന, അതായത് ആനുവൽ വാല്യൂന്ന് നമുക്ക് ലെസ് ചെയ്യാവുന്ന ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ് 30%. കണക്കാക്കുന്നത് നമ്മൾ ഈ ആനുവൽ വാല്യൂവിൻ്റെ മുകളിലാണ്. ആനുവൽ വാല്യൂവിൻ്റെ 30% കുറയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് ആ ഒരു വീട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലാണ് കണക്കാക്കുന്നത്. അതല്ലാതെ സെപ്പറേറ്റ് നമുക്ക് ഓരോ എക്സ്പെൻസ് കുറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു ആനുവൽ വാല്യൂവിൻ്റെ മുകളിൽ നമ്മൾ 30% കുറയ്ക്കുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലാണ് നെക്സ്റ്റ്. അത് നമുക്ക് 2 തരത്തിലുണ്ട്. നമ്മളൊരു ലോൺ എടുത്തിരിക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അതായത് ഹൗസ് റിലേറ്റഡ് ആയിട്ട് എടുത്തിരിക്കുന്ന ലോണിൻ്റെ കേസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ബോറോഡ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിനെ നമുക്ക് 2 ഭാഗമായിട്ട് മാറ്റാം. ഒന്ന് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ വീട് അല്ലെങ്കിൽ ഈ ലോണ് എടുത്തിരിക്കുന്നത് വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ലോൺ എടുത്ത പീരീഡ് മുതൽ നമ്മൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കുന്നത് വരെയുള്ള പീരീഡിനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡത്തെ ലോൺ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് 1/5 ആണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് ഉണ്ട്. പോസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം ലോണ് നമുക്ക് അടച്ചു തീരേണ്ടത് ചിലപ്പോൾ 5 കൊല്ലം 6 കൊല്ലം എടുത്തിട്ടായിരിക്കും. അപ്പോൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി ലോണ് എപ്പോഴാണോ അടച്ചു തീരേണ്ടത്
അതുവരെയുള്ള പീരീഡിനെയാണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ കറണ്ട് ഇയർ മുതൽ നമ്മൾ ആ ലോൺ അടയ്ക്കാൻ തുടങ്ങും. അപ്പോൾ കറണ്ട് ഇയറിൽ നമ്മൾ എത്ര ലോൺ അടയ്ക്കുന്നുണ്ടോ അത് മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം ഇക്കൊല്ലത്തെ പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന്. അതേസമയം പ്രീ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ, അതായത് നമ്മളുടെ ലോൺ എടുത്തത് മുതൽ വീട് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള ലോണാണെങ്കിൽ അതിൻ്റെ 1/5 മാത്രമേ നമുക്ക് ഒരു കൊല്ലം ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള 24-ൽ ഡിഡക്റ്റ് ചെയ്യാവുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ഒരു പ്രീ കൺസ്ട്രക്ഷനും പോസ്റ്റ് കൺസ്ട്രക്ഷനും എന്താണെന്നുള്ളത് നോക്കുക. പ്രീ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പീരീഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓർ ഡേ ഓഫ് ബോറോയിങ് വിച്ച് എവർ ഈസ് ലേറ്റർ ആൻഡ് എൻഡിങ് ഓൺ 31st March ഇമ്മീഡിയറ്റ്ലി പ്രിയർ ടു ദ ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ. ഒന്നുമില്ല, അവിടെ പറയുന്നത് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന ദിവസം മുതൽ, അതല്ലെങ്കിൽ ബോറോയിങ് നമ്മൾ ലോൺ എടുത്തിരിക്കുന്ന ദിവസം ഏതാണോ ലേറ്റർ, അതായത് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതാണോ ലോൺ എടുത്തതാണോ ഏതാണോ ലാസ്റ്റ് വരുന്ന ഡേറ്റ്, ആ ഡേറ്റ് മുതൽ നമ്മളുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്ന ഇയർ ഉണ്ടാവുമല്ലോ, ആ ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 31st March വരെയുള്ള പീരീഡിനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഇയർ എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ക്ലോസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെ പീരീഡ് 31st March എന്ന് പറയുന്നത്. 2024 ഏപ്രിലാണ് നമ്മളുടെ ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാവുന്നതെങ്കിൽ അതിന് തൊട്ട് മുന്നേ വരുന്ന 31st March, അതായത് 2024 31st March വരെയുള്ള പീരീഡിനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, നമുക്ക് such interest can be claimed only after construction is finished and it is not allowed for repairs or reconstruction. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലോൺ എടുത്തിരിക്കുന്നത് റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ റിപ്പയറിന് വേണ്ടിയിട്ടോ ആണെങ്കിൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡത്തെ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് ഹൗസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പ്രീ കൺസ്ട്രക്ഷൻ്റെത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ എപ്പോഴാണോ വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ഇത് ക്ലെയിം ചെയ്യാനും പറ്റുള്ളൂ. അല്ലാതെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതേസമയം പോസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പീരീഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഇയർ ഇൻ വിച്ച് കൺസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ആൻഡ് കണ്ടിന്യൂസ് അണ്ടിൽ ദ ലോൺ ഈസ് റീപെയ്ഡ്. എപ്പോഴാണോ വീട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പീരീഡ് മുതൽ നമ്മളുടെ ലോണ് റീപേ ചെയ്യുന്ന സമയം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് യൂസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ലോണിൻ്റെ റീപേയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതൊരു കൊല്ലം എത്രയാണോ അടയ്ക്കുന്നത് ആ എൻ്റയർ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാത്തതാണ്. 2 മാസത്തേക്ക് 3 മാസത്തേക്ക് റെൻറ്റൽ എമൗണ്ട് ടെനൻറ്റ് നമുക്ക് തരാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. അത് നമുക്ക് സബ്സീക്വൻ്റ്ലി വേറെ ഏതെങ്കിലും പീരീഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഇയറിൽ അത് ടാക്സബിളായിട്ട് മാറും. അതാണ് അൺറിയലൈസ്ഡ് റെൻറ്റ് റിയലൈസ്ഡ് സബ്സീക്വൻ്റ്ലി then it is taxable in the year of realization after deducting 30% deduction. ഓക്കെ. അൺറിയലൈസ്ഡ് റെൻറ്റ് നമുക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാനുണ്ടായിരുന്ന ഒരു 5,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 5,000-ന്ന് 30% ഡിഡക്റ്റ് ചെയ്ത് ബാക്കി എമൗണ്ട് നമുക്ക് ആ കിട്ടിയിരിക്കുന്ന പീരീഡിൽ തന്നെ ടാക്സബിളായിട്ട് മാറും. ഓക്കെ. പിന്നെ അടുത്തൊന്ന് നോക്കേണ്ടത് കോമ്പോസിറ്റ് റെൻറ്റ് എന്താണെന്നുള്ളതാണ്. കോമ്പോസിറ്റ് റെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് വീടിനോട് ചേർന്നിട്ട് തന്നെ വീട്ടിലുള്ള ഫർണിച്ചർ, പ്ലാന്റ്, മെഷീനറി ഇതൊക്കെ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് റെൻറ്റൽ ഇൻകം കിട്ടുന്നുണ്ടാവും. ഇതിനാണ് കോമ്പോസിറ്റ് റെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതും നമുക്ക് ചാർജബിൾ ടു ടാക്സ് ആണ്. ഇത് നമുക്ക് പ്രോപ്പർട്ടീൻ്റെത് ഇത്ര, നമ്മളുടെ ഫേർണിച്ചറിൻ്റെത് ഇത്ര എന്നൊക്കെ നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ അണ്ടറിൽ ട്രീറ്റ് ചെയ്യാം. എന്നാൽ അതേസമയം ഇതിൻ്റെ യൂസ് ഓഫ് സർവീസസിൻ്റെ ബേസിസിലാണ് നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റുന്നത്. ഫേർണിച്ചർ അല്ലെങ്കിൽ പ്ലാന്റൊക്കെ ഇത്ര യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നമ്മളതിന് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് കാണിക്കുന്നത്. ഓക്കെ. അതായത്
നമുക്ക് എത്രയാണ് ഫേർണിച്ചറിൻ്റെത്, എത്രയാണ് പ്ലാന്റിൻ്റെ എന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ ഫേർണിച്ചറിൻ്റെതും പ്ലാന്റിൻ്റെതും ഒക്കെ നമ്മൾ കാണിക്കുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. പ്രോപ്പർട്ടീൻ്റെത് കാണിക്കുന്നത് ഇൻകം ഫ്രം പ്രോപ്പർട്ടിയിലുമാണ്. അത്ര മനസ്സിലാക്കുക. ദെൻ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഈസ് അലൗഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്. അത് നമ്മൾ പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്ന 30% നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. ആ 30% ചാർജ് ചെയ്യുന്നത് നമ്മളുടെ ഇൻഷുറൻസ്, റിപ്പയർ, വാട്ടർ, ഇങ്ങനെ എല്ലാ എക്സ്പെൻഡിച്ചറിനെയും കൂടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. ദെൻ ഇഫ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ടെനൻറ്റ് നോ ഡിഡക്ഷൻ ക്യാൻ ബി ക്ലെയിംഡ്. നേരത്തെ പറഞ്ഞതുപോലെ ഓണർ പേ ചെയ്യുന്ന മുനിസിപ്പൽ ടാക്സിന് മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ടെനൻറ്റ് ക്ലെയിം ചെയ്യുന്നതിന് ടെനൻറ്റ് പേ ചെയ്യുന്ന മുനിസിപ്പൽ ടാക്സിൻ്റെ മുകളിൽ നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടെ ഇതിൽ കൊടുത്തിട്ടില്ലെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഇൻകം ഫ്രം സബ് ലെറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന ഒരു ടെനൻറ്റിന് ഹൗസ് പ്രോപ്പർട്ടി കൊടുത്തു, റെൻറ്റിന് കൊടുത്തു. ബി എന്ന് പറയുന്ന ആൾ അത് സി എന്ന് പറയുന്ന ഒരാൾക്ക് റെൻറ്റിന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ബി സബ്ലെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ബീൻ്റെ സ്വന്തം വീട്ടല്ല, എൻ്റെ അടുത്ത് നിന്ന് റെൻറ്റിന് എടുത്തിട്ട് മറ്റൊരു ടെനൻറ്റിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിനെ നമ്മൾ സബ്ലെറ്റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എ ചാർജ് ചെയ്യുന്ന ടാക്സ് റെൻറ്റ് എന്ന് പറയുന്നത് 1000ഉം ബി ചാർജ് ചെയ്യുന്നത് 500ഉം ആണെന്ന് വിചാരിക്കാം. 1500ഉം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ബി എന്താ ചെയ്യുന്നത്, 1000 രൂപയ്ക്ക് റെൻറ്റ് എക്ക് കൊടുക്കുന്നുണ്ട്. അതേസമയം സിൻ്റെ കയ്യിൽ നിന്ന് 1500 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഒരു 500 ഇയാൾക്ക് കിട്ടുന്നുണ്ട്, ബി എന്ന് പറയുന്ന പാർട്ടിക്ക്. അപ്പം ഈ സബ്ലെറ്റിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ട് എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ അണ്ടറിലല്ല നമ്മൾ ചാർജ് ചെയ്യുന്നത്, അത് നമ്മളുടെ ഇൻകം ഫ്രം അതർ സോഴ്സിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. അത് ഇതിൽ കൊടുത്തിട്ടില്ല, അത് മനസ്സിലാക്കുക. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ ഹെഡിലായിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറീസ്. ഇത് നന്നായിട്ട് നോക്കിയിട്ട് അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം.